ശരീരത്തിലെ കളർ നോക്കിയല്ല, മനസ്സിലെ കഴിവ് നോക്കി നടിമാരെ തിരഞ്ഞെടുക്കുന്ന ഒരേ ഒരു ഇൻഡസ്ട്രിയാണ് മോളിവുഡ്. ലിജിമോൾ ജോസ്. അത് മോളിവുഡ് മാത്രമല്ല, കോളിവുഡൊക്കെ ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ഭാനുപ്രിയ, അവർ കറുപ്പഴകി എന്നാണ് പറയുന്നത്. അവർ തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ് എന്ന സിനിമകളിൽ നിരവധിയായിട്ട് ഒരു തിരക്കുള്ളൊരു നായിക തന്നെയാണ്. അതുപോലെ തന്നെ സരിത, മുകേഷിൻ്റെ മുൻ ഭാര്യ, അവരും അത്യാവശ്യം തിരക്കുള്ള നടിയൊക്കെ തന്നെയാണ്, കറുത്തിട്ടൊക്കെ ഒരു നായിക തന്നെയാണ്. പിന്നെ ഒരുപാട് നടിമാരൊക്കെ മോളിവുഡ് സംഭാവന ചെയ്തിട്ട് മോളിവുഡിലും ഉണ്ട്, കോളിവുഡിലും ഉണ്ട്. ഇപ്പോൾ ഐശ്വര്യ രാജേഷ്, നിമിഷ സജയനെ മറ്റേ ജിഗർദണ്ഡ അതിൽ കാസ്റ്റ് ചെയ്തപ്പോൾ ഒരിക്കൽ ആ സംവിധായകനോട് ഒരു പത്രക്കാരൻ ചോദിച്ചു, എന്നാ നിങ്ങൾക്ക് ഇത്രയും ഈ നടീനെ എങ്ങനെ സെലക്ട് ചെയ്തു, അവരത്ര വലിയ ഗ്ലാമറൊന്നുമില്ല, അല്ല അവർ വലിയ അഴകിയല്ലേ, ഇങ്ങനെയൊക്കെയോ ചോദിച്ചു. ആ സംവിധായകൻ ഒരു മാസം മറുപടി കൊടുത്തു, അവരഴകിയല്ലെന്ന് ആരാണ് പറയുന്നത്, അവരുടെ കളർ കണ്ടിട്ടാണ് ഈ റിപ്പോർട്ടർ ചോദിച്ചത്. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ പറഞ്ഞു. എല്ലാവരും കറുത്ത വെളുത്തൊന്നും ഒരു സങ്കല്പം, അഴകിന് ഗ്ലാമറിനൊരു സങ്കല്പം വെളുപ്പിനാണ് കൂടുതൽ, കറുപ്പിന് കുറവാണെന്നുള്ളൊരു സങ്കല്പം ഉണ്ടാകും. പക്ഷേ ഇപ്പോഴുള്ള ഇൻഡസ്ട്രിയിൽ അതൊന്നും ബാധിക്കത്തേ ഇല്ല. ഐശ്വര്യ രാജേഷൊക്കെ ഇപ്പോഴും നല്ല പവർഫുൾ നടിക തന്നെയാണ്. അവർ തെലുങ്കിലും തമിഴിലും മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കഴിവ് തന്നെയാണ് പ്രാധാന്യം. പിന്നെ കറുപ്പിന് ഗ്ലാമർ ഇല്ല എന്നൊക്കെ, അതൊക്കെ ഇപ്പോൾ പണ്ട് കുറച്ചൊരു മിത്ത് തന്നെയാണ്. പക്ഷേ ഇപ്പോഴും നല്ല രീതിയിൽ പോരാടിയാൽ പല മേഖലകളിലും കറുത്തവരും എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മോളിവുഡിൻ്റെ സിനിമ മേഖലയിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിറം നോക്കിയും കഴിവ് നോക്കി മാത്രം നല്ലൊരു കലാകാരന്മാരെയും പ്രതിഭകളെയും സൃഷ്ടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.